പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ നമ്മുടെ ബൈബിൾ സ്റ്റഡിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഐ വെൽക്കം ആൻഡ് ഗ്രീറ്റ് യു ഓൾ ഫോർ അവർ ടുഡേയ്സ് ബൈബിൾ സ്റ്റഡി. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മുടെ ബൈബിൾ സ്റ്റഡി നമുക്ക് ഏറ്റവും സന്തോഷവും അനുഗ്രഹവുമായിരുന്നു എന്നറിയുവാനിടയായതിൽ സന്തോഷമുണ്ട്. ഇന്ന് രാത്രിയിലും നാം ദൈവസന്നിധിയിലായിരിക്കും നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ദൈവവചനം നമ്മെ ജ്ഞാനികളാക്കുന്നതാണ്, അത് നമ്മെ നിർമ്മലന്മാരാക്കുന്നതാണ്. ദൈവവചനം നമ്മെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുന്നതാണ്. ഈ ദൈവവചനത്തിൻ്റെ വെളിപ്പാട് ലഭിച്ച പ്രിയപ്പെട്ടവർ പറഞ്ഞിരിക്കുന്നത് ഈ വലിയ കൊള്ള കണ്ടുകിട്ടിയവരെ പോലെ ഞാനതിൽ സന്തോഷിക്കുന്നുവെന്നാണ്. ആ ദൈവത്തിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിൽ നമുക്കത് എൻജോയ് ചെയ്യുവാൻ, സന്തോഷിക്കുവാൻ കഴിയുന്നത് വലിയ ഭാഗ്യമാണ്. നമ്മളിപ്പോൾ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിലാണ് നിൽക്കുന്നത്. നൗ വി ആർ ഇൻ മാത്യു ചാപ്റ്റർ 5. ലാസ്റ്റ് ബൈബിൾ സ്റ്റഡി we were meditating about the beatitude of Jesus Christ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ചരിത്ര പ്രസിദ്ധമായ ഗിരിപ്രഭാഷണമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അതിൽ നമ്മൾ നോക്കിയത് പ്രാരംഭമായിട്ട് പറഞ്ഞിരിക്കുന്ന ഈ 9 ബി ആറ്റിറ്റ്യൂഡിനെ കുറിച്ചാണ്. 9 ബി ആറ്റിറ്റ്യൂഡ്സ് ഓർ റൈറ്റ് ആറ്റിറ്റ്യൂഡ്സ്. ദൈവരാജ്യത്തിലേക്ക് ഇങ്ങനെയുള്ളവർ പ്രവേശിക്കുമെന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. ദൈവരാജ്യത്തിലുള്ളവരുടെ സ്വഭാവം ഇങ്ങനെയാണ്. ദിസ് ബി ആറ്റിറ്റ്യൂഡ് ഈസ് നോട്ട് ഫോർ ടു എൻറ്റർ ഇൻ ടു ദ കിങ്ഡം ഓഫ് ഗോഡ്, ബട്ട് ദിസ് ബി ആറ്റിറ്റ്യൂഡ് വിൽ ബി ദ ഹാബിറ്റ് ഓർ ആറ്റിറ്റ്യൂഡ്സ് ഓഫ് ദോസ് ഹു ആർ ഇൻ ദ കിങ്ഡം ഓഫ് ഗോഡ്. ദൈവരാജ്യത്തിൽ ഉള്ളവരുടെ സ്വഭാവം ഇപ്രകാരമാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മൾ ചിന്തിച്ചു, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യ നിമിത്തം പഴികളും ദുഷികളുമെല്ലാം സഹിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്നിങ്ങനെയുള്ള ഭാഗ്യവാന്മാരുടെ ബ്ലെസ്സഡ്നെസ്സിനെ കുറിച്ച് ഉള്ള 9 കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. അതിനെക്കുറിച്ച് നമ്മൾ അല്പമായിട്ട് വിശദീകരിച്ച് പഠിക്കുകയുണ്ടായി. അത് ഞാനിന്ന് ആവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ഈ 9 സവിശേഷതകൾ നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഈ 9 സവിശേഷതകളും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്വഭാവമായിരുന്നു എന്ന് നമുക്ക് പഠിക്കുവാൻ കഴിയും. വെൻ വി pay attention, we can observe one thing. All these 9 characteristics are the nature of our Jesus Christ. കർത്താവായ യേശു ക്രിസ്തു, യേശു ആത്മാവിൽ ദരിദ്രനായിരുന്നുവോ? ജീസസ് വാസ് പുവർ ഇൻ സ്പിരിറ്റ്. എങ്ങനെയാണത് പറയുവാൻ കഴിയുന്നത്? ജീസസിൻ്റെ ടീച്ചിങ്സിനെ കുറിച്ചും മിറക്കിൾസ്, ഹീലിങ്സിനെ കുറിച്ചും ഒക്കെ കർത്താവ് തന്നെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: എൻ്റെ ഉപദേശം എൻ്റേതല്ല, എന്നെ അയച്ച എൻ്റെ പിതാവിൻ്റേതാണ്. ഞാൻ ചെയ്യുന്നതൊന്നും എൻ്റെ സ്വന്തമല്ല, എല്ലാം ഞാൻ പിതാവ് ചെയ്യുന്നത് കണ്ട് ചെയ്യുകയാണ്. അപ്പോൾ ജീസസ് വാസ് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് ഓൺ ഫാദർ. പിതാവിൽ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ടാണ് കർത്താവ് എല്ലാം ചെയ്തത്. ജീസസ്, ഹി വാസ് മോൺ ഓവർ ടെമ്പിൾ ഓഫ് ജെറുസലേം. Jesus was mourned over city of Jerusalem. He was wept at the tomb of Lazarus. യേശു യെറുശലേമിനെ നോക്കി കരഞ്ഞു. യേശു പട്ടണത്തെ നോക്കി കരഞ്ഞു. യേശു ലാസറിൻ്റെ കല്ലറയ്ക്കൽ വന്ന് കരഞ്ഞു എന്നെല്ലാം നമ്മൾക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷിക്കുകയും അഭയാചന കഴിക്കുകയും ചെയ്തു എന്നാണ് നമ്മൾ വായിക്കുന്നത്. മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ, മറ്റുള്ളവരുടെ മേൽ
അവർ നഷ്ടപ്പെടുത്തിയതായ ആ അവസരങ്ങൾ, ഓപ്പർച്യൂണിറ്റീസ്, അതെല്ലാം ഓർത്തിട്ട് കർത്താവ് കരയുകയായിരുന്നു. ജീസസ് വാസ് വീപ്പിംഗ് ഫോർ ദ മിസ്ഡ് ഓപ്പർച്യൂണിറ്റീസ് ഓഫ് പീപ്പിൾ. അവരുടെ ആ അവസരങ്ങളെ അവർ നഷ്ടമാക്കിയത് ഓർത്ത് കർത്താവ് ദുഃഖിക്കുകയായിരുന്നു. ജീസസ് വാസ് മീക്ക്. യേശു സൗമ്യതയുള്ളവനായിരുന്നു എന്ന് ദൈവവചനത്തിൽ കൂടെ നമുക്ക് പഠിക്കുവാൻ കഴിഞ്ഞു. യേശു ഹി വാസ് ഹങ്കർ ആൻഡ് തേഴ്സ്റ്റ് ഫോർ റൈച്ചസ്നെസ്. നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവനായിരുന്നു കർത്താവ് എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. കർത്താവ് ജഡമെടുത്ത് ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു. കർത്താവ് മേഴ്സിഫുൾ ആയിരുന്നു. കർത്താവ് പീസ് മേക്കർ ആയിരുന്നു. ദൈവവും നാമുമായി ശത്രുക്കളായിരുന്നപ്പോൾ നമ്മെ നിരപ്പിക്കുവാൻ കർത്താവ് സമാധാനം ഉണ്ടാക്കുന്നവനായിരുന്നു. സമാധാനം കീപ്പ് ചെയ്യുക മാത്രമല്ല, സമാധാനം ഉണ്ടാക്കുന്നവനായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. യേശു ഉപദ്രവിക്കപ്പെട്ടു. ആളുകൾ വെറുതെ യേശുവിനെ ഉപദ്രവിച്ചു. ഹി ഹാഡ് ബീൻ പെർസിക്യൂട്ടഡ് ഫോർ റൈച്ചസ് സേക്ക് ജീസസ് വാസ് പെർസിക്യൂട്ടഡ്. യേശു ക്രിസ്തു നീതി നിമിത്തം ഉപദ്രവിക്കപ്പെട്ടു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. യേശുവിനെ കുറിച്ച് പഴികളും ദുഷികളും എല്ലാം പറഞ്ഞത് നാം ദൈവവചനത്തിൽ വായിക്കുന്നു. പീപ്പിൾ സെഡ് ഓൾ കൈൻഡ്സ് ഓഫ് ഈവിൾ എഗനസ്റ്റ് ഹിം ഫാൾസ്ലി. ഇല്ലാത്ത കാര്യങ്ങൾ യേശുവിനെ കുറിച്ച് ദോഷമായി പറഞ്ഞു എന്നാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ സ്വഭാവങ്ങളെല്ലാം യേശുവിൽ ഉണ്ടായിരുന്ന സ്വഭാവങ്ങളാണ്. നമ്മെക്കുറിച്ചുള്ള ദൈവഹിതം എന്താണെന്ന് ഞാൻ പലപ്പോഴും ഓർപ്പിച്ചിട്ടുണ്ടല്ലോ. ലെറ്റ് ദ മൈൻഡ് ഓഫ് ക്രൈസ്റ്റ് ബി ഇൻ us. യേശുക്രിസ്തുവിൻ്റെ മനോഭാവം തന്നെയാണ് നമ്മൾക്ക് ഉണ്ടായിരിക്കേണ്ടത്. നമ്മെ ഈ പുത്രൻ്റെ സ്വഭാവത്തോട് അനുരൂപരാക്കുവാനാണ് നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്, നമ്മെ വീണ്ടെടുത്തിരിക്കുന്നത്, നമ്മെ രക്ഷിച്ചിരിക്കുന്നത്. ദ ഗോൾ ഓർ പർപ്പസ് ഓഫ് അവർ സാൽവേഷൻ ഈസ് കംപ്ലീറ്റ് കൺഫോമിറ്റി ടു ദ ഇമേജ് ഓഫ് ദ സൺ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഇമേജിനോട് നമ്മെ പൂർണ്ണമായി സാദൃശ്യപ്പെടുത്തുവാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഈ ഗിരിപ്രഭാഷണം നമ്മൾ പഠിക്കുമ്പോൾ നമ്മളുടെ ജീവിതത്തെ യേശുവിൻ്റെ ജീവിതവുമായി ഒന്ന് കമ്പയർ ചെയ്തിട്ട് നമ്മെ തന്നെ കാണുവാൻ നമുക്കിടയാകണം. യെശയ്യാ പ്രവാചകൻ ആ സ്വർഗീയ ദർശനം കണ്ടപ്പോൾ അവനെ തന്നെ കാണുവാൻ ഇടയായതുപോലെ ഗിരിപ്രഭാഷണം നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ ഒന്ന് കാണുവാനും, ഞാൻ ഇപ്രകാരമാണോ, എൻ്റെ ജീവിതത്തിൽ എന്താണ് കുറവ് എന്ന് കണ്ടുപിടിക്കുവാൻ ഇടയാകണം. ജസ്റ്റ് ലൈക്ക് ഐസയ, when he saw the vision of God, he was able to see himself. He could find out his mistake, his uncleanness. Same way, we need to see ourselves in basis of these characters. ഇനിയും മറ്റൊരു കാര്യം അടുത്തതായി നമ്മൾ കാണുവാൻ കഴിയുന്നത് അടുത്ത ചാപ്റ്റർ 6 and 7-ൽ 9 റോങ് ആറ്റിറ്റ്യൂഡ്സിനെ കുറിച്ചാണ്. 9 തെറ്റായിട്ടുള്ള ആറ്റിറ്റ്യൂഡ്സിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ദൈവരാജ്യത്തിലുള്ളവരിൽ കാണാൻ പാടില്ലാത്തതായ 9 കാര്യങ്ങൾ, അതാണ് നമ്മൾ ഇനിയും പഠിക്കുന്നത്. ഈ യേശുക്രിസ്തുവിൻ്റെ ഈ സ്വഭാവം ഇങ്ങനായിരിക്കുമ്പോൾ സ്പിരിറ്റ് ഓഫ് സൈറ്റൻസ് ഫൗണ്ട് ഇൻ ദ റേസ് ഓഫ് ആഡം, ആദാമ്യ സന്തതികളിൽ പിശാചിൻ്റെ സ്വഭാവം നമുക്ക് കാണുവാൻ കഴിയും. പിശാചിൻ്റെ സ്വഭാവം ഇതിലെല്ലാത്തിലും ഓപ്പോസിറ്റ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഹി വാസ് സെൽഫ് സഫിഷ്യൻറ്റ്. അവൻ ഞാൻ പൂർണ്ണനാണ്. he was trusting in his self-sufficiency. പിശാചിൻ്റെ സൗന്ദര്യത്തിലും ജ്ഞാനത്തിലുമൊക്കെ അവൻ പൂർണ്ണമായി ആശ്രയിച്ച് അഹങ്കരിച്ചവനായിരുന്നു. അവനിൽ ഒരു ദയയുമില്ലായിരുന്നു, ഒരു ദുഃഖവുമില്ലായിരുന്നു. ഹാർഡ്നെസ് നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ ആ മോഹം, പൊസസ് ഓഫ് കവച്ചസ്നെസ്, അത് നമുക്ക് കാണുവാൻ കഴിയും. thirsty for not for righteousness but for earthly things. He was none of merciful. There was no merciful attitude in Satan. He was
ഇംപ്യൂർ, അശുദ്ധാത്മാവായിരുന്നു. സമാധാനം ഉണ്ടാക്കുന്നവനല്ല പിശാച്. ഹി വാസ് കോറൽസം, അവൻ സമാധാനം നഷ്ടപ്പെടുത്തുന്ന നേച്ചർ ഉള്ളവനായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. സീക്കിംഗ് ദ ഹോണർ ഓഫ് ദിസ് വേൾഡ് ഈവൻ ഇഫ് കോംപ്രമൈസിങ് ഈസ് നീഡഡ്. മറ്റ് പല കാര്യങ്ങളുമായിട്ട് കോംപ്രമൈസ് ചെയ്യേണ്ടി വന്നാലും ഈ ലോകത്തിലെ സ്ഥാനവും മാനവും ബഹുമാനവും ഒക്കെ ഇച്ഛിക്കുന്ന സ്വഭാവമായിരുന്നു പൈശാചിക സ്വഭാവം. ആ സ്വഭാവമാണ് രക്ഷിക്കപ്പെടാത്തതായ ആദാമ്യ സന്തതികളിൽ ഇന്ന് വ്യാപരിക്കുന്നത് എന്ന് നമ്മൾ മറന്നു പോകരുത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടത് ഈ ബി ആറ്റിറ്റ്യൂഡ് യേശുവിൻ്റെ സ്വഭാവമാണ്, പിശാചിൻ്റെ സ്വഭാവമല്ല. റൈറ്റ് ആറ്റിറ്റ്യൂഡ്സ് ആർ ദ വെർച്യൂസ് വി നീഡഡ്. നമുക്കതാണ് ആവശ്യമായിരിക്കുന്നത്. If these virtues are not found in a godly person or a Christian, he is like a salt without saltiness. ഈ 9 വിധമായ ഗുണവിശേഷങ്ങൾ ഇല്ലാത്ത ഒരു ക്രിസ്ത്യാനിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവൻ കാരമില്ലാത്ത ഉപ്പ് പോലെയാണെന്നാണ്. ഗുഡ് ഫോർ നത്തിങ്, ഒന്നിനും കൊള്ളരുതാത്ത ഒരു വ്യക്തിയായിട്ടാണ് ദൈവവചനം ആ വ്യക്തിയെ കാണുന്നത്. എ ഗോഡ്ലി പേഴ്സൺ ഡു നോട്ട് ലീവ് ലൈക്ക് വേൾഡ്ലി പീപ്പിൾ. ദൈവ മനുഷ്യരാരും ലോക മനുഷ്യരെ പോലെ ജീവിക്കേണ്ടവരല്ല എന്ന് നമുക്ക് വ്യക്തമായി പഠിക്കുവാൻ കഴിയും. A godly person can be seen by their behavior, speak and behave. ഒരു ദൈവ പൈതലിനെ അവൻ്റെ പെരുമാറ്റത്തിലൂടെ, സംസാരത്തിലൂടെ, സഹകരണത്തിലൂടെ ഒക്കെയും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിന് എന്തുകൊണ്ട് രസം വരുത്താം? പുറത്തു കളഞ്ഞിട്ട് മനുഷ്യർ ചവിട്ടുവാനല്ലാതെ മറ്റൊന്നിനും കൊള്ളുന്നതല്ല. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പാൻ പാടില്ല. വിളക്ക് കത്തിച്ച് പറയിൻ കീഴല്ല തണ്ടിന്മേലത്ര വയ്ക്കുന്നത്, അപ്പോഴത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കുന്നു. അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. അപ്പോൾ ദൈവമക്കൾ ഭൂമിയുടെ ഉപ്പാകുന്നു, ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നു. അതിൻ്റെ ഉദ്ദേശം എന്താണ്? ഈ ഗിരിപ്രഭാഷണത്തിൽ കർത്താവ് പറഞ്ഞിരിക്കുന്ന ഈ 9 വിധമായ നല്ല സ്വഭാവങ്ങൾ, റൈറ്റ് ആറ്റിറ്റ്യൂഡുള്ള ഒരു വ്യക്തി ഈ ഭൂമിയുടെ ഉപ്പ് പോലെയാണെന്നാണ്, ലോകത്തിൽ വെളിച്ചം പോലെയാകുന്നെന്നാണ്. ഉപ്പ് എന്താണ്? ഉപ്പിൻ്റെ പ്രത്യേകത, സോൾട്ട് വാസ് വാലിഡ് ആസ് പ്രിസർവേറ്റീവ് ഓർ പ്രിവെൻറ്റ് ഡീക്കേ. നമ്മൾ ഈ റെഫ്രിജറേറ്ററൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് നാട്ടിൻപുറങ്ങളിൽ നമുക്കറിയാമല്ലോ, നമ്മളുടെ ഈ നോൺ വെജിറ്റേറിയൻ ആയിട്ടുള്ള ഐറ്റംസൊക്കെ നമ്മൾ പ്രിസർവ് ചെയ്യുവാനായിട്ട് ഉപ്പാണ് ഉപയോഗിച്ചിരുന്നത്. മാത്രമല്ല, ഇപ്പോഴും നമുക്ക് നമ്മുടെ ഭക്ഷണത്തിന് ടേസ്റ്റ് വേണമെങ്കിൽ നമ്മൾക്ക് ഉപ്പുണ്ടെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. ഫോർ സീസണിങ് അവർ food or the salt providing the good flavor for our food. We also use this salt for some kinds of purification. നമ്മളുടെ പണ്ട് ഞങ്ങളുടെ കിണറും മറ്റും ഞങ്ങൾ ഇറയ്ക്കുന്ന സമയത്ത് ഒടുവിൽ ഉപ്പ് വാരി ചേരാറുണ്ടായിരുന്നു. കാര്യം അതൊരു ഒരു പ്യൂരിഫയിങ് ഏജൻ്റാണ്. അപ്പോൾ അതിൽ നിന്ന് നമ്മളെന്താ മനസ്സിലാക്കേണ്ടത്? വേറൊരു കാര്യം കൂടെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. നമ്മളുടെ നാട്ടിൽ ഈ വിവാഹ സദ്യക്കൊക്കെ നമ്മൾ ഭക്ഷണത്തിലിരിക്കുമ്പോൾ പണ്ട് ഇലയൊക്കെ ഇട്ടായിരുന്നു കൊടുക്കുന്നത്. അപ്പോൾ ആ ഇലയുടെ അറ്റത്ത് ആദ്യം ഒരു ഞുള്ള് ഉപ്പ് കൊണ്ടുവെക്കുമായിരുന്നു. അപ്പം ഞാൻ എന്തൊക്കെ വിചാരിച്ചിരുന്നത്, ഏതെങ്കിലും ഭക്ഷണത്തിന് ഉപ്പ് കുറവാണെങ്കിൽ ഉപയോഗിച്ചിട്ടെന്ന് വിചാരിച്ചാണ് എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. എന്നാൽ ദൈവവചനത്തിൽ ഒരു കാര്യം ഞാനത് മനസ്സിലാക്കി. യെസ്രയുടെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ നമ്മൾ എന്താ വായിക്കുന്നത്? ബാബിലോൺ പ്രവാസത്തിൽ നിന്നും
സെരുബാബേലിൻ്റെ നേതൃത്വത്തിൽ, എസ്രയുടെ നേതൃത്വത്തിൽ ആലയം പണിയുവാനായിട്ട് യഹൂദന്മാർ ഒരു കൂട്ടം ആളുകൾ വന്നത് നമുക്ക് ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആ ആളുകൾ ഈ ആലയം പണിക്ക് തടസ്സം നിൽക്കുവാനിടയായി. ഭീഷണികളൊക്കെ പറഞ്ഞ് അവരെ തടസ്സപ്പെടുത്തുവാൻ നോക്കിയത് നമ്മൾ എസ്രയുടെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. ഒടുവിൽ അതൊന്നും വിജയമാകുന്നില്ല എന്ന് കണ്ടപ്പം ഇവരൊരു ഒരു ഒരു കത്തെഴുതി രാജാവിന്, അർത്ഥഗസിഷ്ട രാജാവിന് അവരെ സമർപ്പിച്ചു. അതിനകത്ത് എന്താ എതിരാളികൾ പറഞ്ഞതെന്നറിയാമോ? പാർസി രാജാവായ അർത്ഥഗസിഷ്ട രാജാവിന് കത്തെഴുതി അവർ പറയുകയാണ്, രാജാവേ, ഈ ജനങ്ങളുണ്ടല്ലോ, ഇവര് രാജാവിനോട് മത്സരിക്കുവാനും ടാക്സ് തരാതിരിക്കാനുമാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഞങ്ങളിത് അറിയിക്കുന്നതിൻ്റെ കാരണം ഞങ്ങൾ കോവിലിനകത്ത് ഉപ്പ് തിന്നുന്നവരാകയാൽ. എന്താണ് അതിൻ്റെ അർത്ഥം? ഈ ഉപ്പെന്ന് പറയുന്നത് അതൊരു വിശ്വസനീയതയെ, വിശ്വസ്തതയെ, സ്ഥിരതയെ കാണിക്കുന്നതാണ്. ഞാൻ വിശ്വസ്തനായിരിക്കും, ഞാൻ അതിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അപ്പം നമ്മുടെ വിവാഹം, പണ്ടുള്ള വിവാഹത്തിൻ്റെയൊക്കെ ആ വിവാഹ സദ്യയിൽ നമ്മൾ പറയുന്നൊരു കാര്യം, ഞങ്ങൾ ഈ വിഷയത്തിൽ വിശ്വസ്തരായിരിക്കും, ഞങ്ങളതിൽ സ്ഥിരതയുള്ളവരായിരിക്കും, ഞങ്ങൾ ആത്മാർത്ഥതയുള്ളവരായിരിക്കും എന്ന അതിൻ്റെ അർത്ഥം അല്ലേ? അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഭൂമിയുടെ ഉപ്പാണെങ്കിൽ നമ്മെക്കുറിച്ച് എന്താ ദൈവം ആഗ്രഹിക്കുന്നത്? ഞാൻ കേട്ടിട്ടുണ്ട്, മരുഭൂമിയിൽ വെള്ളമില്ലാതെ ആളുകൾ ഒരു വെള്ളത്തിൻ്റെ സ്ഥലത്തിനു വേണ്ടി അങ്ങനെ സെർച്ച് ചെയ്ത് കാണാതെ വരുമ്പോൾ കുരങ്ങനെ പിടിച്ചിട്ട് അതിന് ഇഷ്ടം പോലെ ഉപ്പ് കൊടുക്കും. ഉപ്പ് തിന്നു കഴിഞ്ഞാൽ ഈ കുരങ്ങ് ഭയങ്കരമായ ആർത്തിയോടെ വെള്ളത്തിനായിട്ട് ഓടും. ആളുകൾ അതിൻ്റെ പുറകെ പോകുമ്പോൾ വെള്ളമുള്ള സ്ഥലം അവർ കണ്ടുപിടിക്കുമെന്നാണ് പറയുന്നത്. അതുപോലെ നമ്മൾ ഭൂമിയുടെ ഉപ്പാണെങ്കിൽ ഈ ലോകം എല്ലാ വിധത്തിലും അധംപതിച്ചുകൊണ്ടിരിക്കുകയാണ്, അസന്മാർഗീയത വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് ലൈക്ക് സാൾട്ട് വി നീഡ് ടു പ്രിവെൻറ്റ് ഡീക്കേയിങ് സിറ്റുവേഷൻ. പാപം കൊണ്ട് മലിനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന, നശിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലോകത്തിൽ നമ്മളൊരു പ്രൊട്ടക്ഷനായി, അതിൽ നിന്ന് വിടുവിക്കുന്നവരായിരിക്കണം. ദൈവം തന്നെ അബ്രഹാമിൻ്റെ ഭവനത്തിൽ വന്നപ്പം പറഞ്ഞില്ലേ, ആ പട്ടണത്തിൽ 50 നീതിമാന്മാരുണ്ടെങ്കിൽ ഞാൻ ആ പട്ടണത്തെ നശിപ്പിക്കത്തില്ല, 40 നീതിമാന്മാരുണ്ടെങ്കിൽ ഞാൻ ആ പട്ടണത്തെ നശിപ്പിക്കത്തില്ല, 30 പേരുണ്ടെങ്കിൽ, 20 പേരുണ്ടെങ്കിൽ, 10 പേരുണ്ടെങ്കിൽ ഞാൻ ആ പട്ടണത്തെ നശിപ്പിക്കുകയില്ല. കാര്യം എന്താ? ആ നീതിമാന്മാരുടെ പേരിൽ അവർ പക്ഷപാതം ചെയ്യുന്നത് കൊണ്ട് ദൈവം ആ പട്ടണത്തെ സൂക്ഷിക്കും, വിടുവിക്കാമെന്നാണ് ദൈവം പറയുന്നത്. അപ്പം നമ്മെ ഈ ലോകത്തിൽ നാം കാരമുള്ള ഉപ്പായിട്ട്, ആ ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞിരിക്കുന്ന 9 റൈറ്റ് ആറ്റിറ്റ്യൂഡ് ഉള്ളവരാണെങ്കിൽ ദൈവം നമ്മെ ഈ പട്ടണം നശിച്ചു പോകാതിരിക്കുവാനായിട്ട്, അതിനെ നിലനിൽപ്പിനായിട്ട് നമ്മെ ഉപയോഗിക്കുമെന്നല്ലേ അതിൻ്റെ അർത്ഥം. മാത്രമല്ല, ഈ ഉപ്പ് ഫുഡൊക്കെ ഫ്ലേവറബിൾ ആക്കുന്നത് പോലെ, ടേസ്റ്റി ആക്കുന്നത് പോലെ നമ്മൾ മറ്റുള്ളവർക്ക് ഒരു സന്തോഷം പകരുന്നവരായിരിക്കണം. നമ്മളുടെ കൃപയോടുകൂടിയുള്ള പെരുമാറ്റങ്ങളും വാക്കുകളുമൊക്കെ അവരെ സന്തോഷിപ്പിക്കുന്നതായിരിക്കണം. അതുമാത്രമല്ല, നമ്മളുടെ ജീവിതം കണ്ടിട്ട് പലരും പാപ വഴികളെ ഉപേക്ഷിക്കുവാൻ തയ്യാറാകണം. ഒരു ദൈവത്തിനു വേണ്ടിയുള്ളൊരു ദാഹം, ഉപ്പ് തിന്നുന്ന കുരങ്ങൻ വെള്ളത്തിനു വേണ്ടി ദാഹിക്കുന്നത് പോലെ നമ്മെ കാണുന്നവർ നിങ്ങളുടെ ദൈവത്തെ ഞങ്ങൾക്കും വേണം എന്ന് പറഞ്ഞ് ദൈവത്തിനു വേണ്ടിയുള്ള ഒരു ആഗ്രഹമുള്ളവരായിരിക്കാൻ നമ്മൾ ഉത്സാഹിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. നമ്മൾ ലോകത്തിൻ്റെ ഉപ്പാണെന്ന് കർത്താവ് പറഞ്ഞു, ഭൂമിയുടെ ഉപ്പാണെന്ന് കർത്താവ് പറഞ്ഞു. ഇന്ന് നമ്മുടെ ജീവിതം അങ്ങനെയാണോ? നമ്മൾ കാരമുള്ള ഒരു ഉപ്പാണോ? അതോ നമ്മുടെ കാരം നഷ്ടപ്പെട്ടിട്ട് ഗുഡ് ഫോർ നത്തിങ്, ഒന്നിനും കൊള്ളരുതാത്ത അവസ്ഥയിലാണോ നമ്മളായിരിക്കുന്നത്? അടുത്ത കർത്താവ് പറഞ്ഞത്, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. വെളിച്ചം സത്യത്തെ വെളിപ്പെടുത്തുന്നതാണ്, നമുക്ക് ജ്ഞാനം നൽകുന്നതാണ്. വെളിച്ചത്തിലാണ് നമ്മൾ വായിക്കുന്നത്. വെളിച്ചമാണ് സത്യം വെളിപ്പെടുത്തുന്നത്. വെളിച്ചം ഇരുളിനെ ഓടിച്ചു കളയുന്നതാണ്. ലൈറ്റ് ക്യാൻ എക്സ്പെൽ ഡാർക്ക്നെസ്. ഇപ്പം അന്ധകാരം നിറഞ്ഞ ഈ ലോകത്തിൽ
നമ്മൾ വെളിച്ചമാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. യേശു തന്നെ പറഞ്ഞില്ലേ, ഐ ആം ഇൻ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്, ഞാൻ ഭൂമിയുടെ വെളിച്ചം, ഞാൻ വെളിച്ചമാകുന്നു. ആ കർത്താവാണ് നമ്മെക്കുറിച്ച് നമ്മോട് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ലോകത്തിന് വെളിച്ചമാകുന്നു. അന്ധകാരം നിറഞ്ഞ ലോകത്തിന് നമ്മൾ വെളിച്ചമായിരിക്കാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. പൗലോസിൻ്റെ ആ രക്ഷയെക്കുറിച്ച് തന്നെ അപ്പോസ്തല പ്രവൃത്തിയിൽ പറഞ്ഞിരിക്കുന്നത് അപ്രകാരമാണല്ലോ, നീ കുരുടന്മാർക്ക് കാഴ്ച നൽകുവാൻ, ആ ഇരുളിലിരിക്കുന്ന ജനത്തിന് പ്രകാശം നൽകുവാൻ ഞാൻ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ അയക്കുന്നു. അപ്പോൾ അതുപോലെ നമ്മെയും ദൈവം വെളിച്ചമാക്കി ലോകത്തിലാക്കിയിരിക്കുന്നത് അനേകരുടെ അറിവില്ലായ്മ, അന്ധകാരം മാറ്റുവാനാണ്. ബിക്കോസ് ഓഫ് അവർ ലൈഫ് ദിസ് ഇഗ്നറൻസ്, ഡാർക്ക്നെസ് of this world need to move. Let the light, people may see the light through us. നമ്മിലൂടെ ആ പ്രകാശം കാണുവാൻ, യേശുവിനെ വെളിപ്പെടുത്തുവാൻ കർത്താവ് ഇടയാക്കട്ടെ. ഞാൻ മുമ്പേ പറഞ്ഞ വാക്യം അപ്പോസ്തല പ്രവൃത്തി 26 അധ്യായത്തിൻ്റെ 18 വാക്യമാണ്. ഇങ്ങനെ നമ്മൾ വായിക്കുന്നു, ഇരുളിൽ നിന്ന് അവർക്ക് പാപമോചനവും എന്നിലുള്ള വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരുടെയിൽ അവകാശം ലഭിക്കേണ്ടതിന് അവരുടെ കണ്ണ് തുറക്കുവാനും അവരെ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്കും സാത്താന്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിങ്കിലേക്കും തിരിപ്പാനും ഞാൻ ഇപ്പോൾ നിന്നെ അവരുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്ന് കൽപ്പിച്ചു. അപ്പോൾ പൗലോസിനെ അയച്ചതുപോലെ നമ്മെയും ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നത് വെളിച്ചമാകുവാനാണ്. യോഹന്നാൻ സ്നാപകനെ കുറിച്ച് കർത്താവ് പറഞ്ഞത്, അവൻ ജ്വലിച്ചു പ്രകാശിക്കുന്ന ഒരു വിളക്കായിരുന്നു എന്നാണ്. നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ജ്വലിച്ചു പ്രകാശിക്കുന്ന ഒരു വിളക്കായി തീരുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കരിന്തിരി കത്തുന്ന പുകയുന്ന ഒരു അനുഭവമല്ല നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. വെളിപ്പാട് പുസ്തകത്തിൽ സഭയെക്കുറിച്ച് തന്നെ പറയുമ്പോൾ അങ്ങനെയല്ലേ പറയുന്നത്, 7 പൊന്നിലവിളക്കുകളുടെ നടുവിലാകുന്നവൻ. അപ്പോൾ ഈ പൊന്നിലവിളക്ക് കർത്താവിൻ്റെ സഭയാണ് കാണിക്കുന്നതെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ പൊന്നിലവിളക്കുകളാണ്. നിലവിളക്കിൻ്റെ ഉദ്ദേശം എന്താണ്? പ്രകാശം കൊടുക്കുക എന്നുള്ളത് മാത്രമാണ്. ആ പ്രകാശം എങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത്? നിലവിളക്കിന് തന്നെ പ്രകാശമൊന്നുമില്ല. അതിൽ നല്ല എണ്ണ ഒഴിച്ച് അത് കത്തിക്കുമ്പോൾ അതിൽ നിന്ന് പ്രകാശം വരും. അതുപോലെ പരിശുദ്ധാത്മാവാകുന്ന ആ എണ്ണയാൽ നിറഞ്ഞ് നമ്മൾ പ്രകാശിക്കുന്നവരായി, ലോകത്തിന് പ്രകാശം കൊടുക്കുന്നവരായിരിക്കാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അടുത്ത ഭാഗത്തിലേക്ക് നമുക്ക് കടന്നു വരാം. അടുത്തതായിട്ട് നമ്മൾ എന്താണ് വായിക്കുന്നത്? നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിൽ കാണുന്നു, ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നു എന്ന് വിചാരിക്കരുത്, നീക്കുവാനല്ല നിവർത്തിപ്പാൻ അത്രേ ഞാൻ വന്നത്. സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും വരെ സകലവും നിവൃത്തിയാകുവോളം ന്യായപ്രമാണത്തിൽ നിന്നൊരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ഒരു നാളും ഒഴിഞ്ഞു പോവുകയില്ല. അപ്പോൾ ദൈവവചനത്തിൽ നമുക്ക് പ്രത്യേകം കാണുവാൻ കഴിയുന്നത്, ന്യായപ്രമാണം നീക്കുവാനല്ല, അത് നിവർത്തിക്കുവാനാണ് കർത്താവ് വന്നത്. എന്താണ് അതിൻ്റെ അർത്ഥം? ന്യായപ്രമാണത്തിലൂടെ ഒരു വ്യക്തിക്കും നീതീകരണം ലഭിക്കുന്നില്ല. ഒന്നിൽ തെറ്റിയാൽ എല്ലാത്തിലും പരാജയമായി എന്നാണ് വചനം വായിക്കുന്നത്. നമുക്ക് നമ്മുടെ മനുഷ്യത്വത്തിൽ ന്യായപ്രമാണം പൂർണ്ണമായി അനുസരിക്കുവാൻ കഴിവില്ലാത്തവരായി. ന്യായപ്രമാണം നമ്മുടെ പാപങ്ങളെ വെളിപ്പെടുത്തുകയാണ്. അതിനാൽ കർത്താവായ യേശുക്രിസ്തു പാപമില്ലാത്തവനായി ലോകത്തിൽ വന്നിട്ട് നമുക്ക് വേണ്ടി ന്യായപ്രമാണമെല്ലാം നിവർത്തിച്ചു. ആ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശു മരണത്തിൽ നാം വിശ്വസിക്കുമ്പോൾ നമ്മൾ ആ ന്യായപ്രമാണം അനുസരിക്കുവാൻ പ്രാപ്തരാകുന്നു. പഴയ നിയമത്തിലെ ന്യായപ്രമാണം അതനുസരിക്കുവാനുള്ള കൃപയൊന്നും മനുഷ്യർക്ക് കൊടുത്തിരുന്നില്ല. ഒരു അടച്ചു കിടക്കുന്ന ഒരു മുറിക്കകത്ത് ചില നാളുകളായി താമസക്കാരൊന്നും ഇല്ലാതിരിക്കുകയായിരുന്നെങ്കിൽ ജനലിലൂടെ നമ്മൾ ടോർച്ച് അകത്തേക്ക് അടിച്ചാൽ അതിലെ പൊടികളൊക്കെ നമുക്ക് കാണാൻ പറ്റും. എന്നാൽ ആ ലൈറ്റ് പൊടികളെ നീക്കാത്തതുപോലെ ന്യായപ്രമാണം നമ്മുടെ ജീവിതത്തിലെ കുറവുകളെയൊക്കെ വെളിപ്പെടുത്തി തരികയായിരുന്നു. എന്നാൽ അത് ക്ലീൻ ചെയ്യുവാൻ അതിന് കഴിഞ്ഞിരുന്നില്ല. കർത്താവായ യേശുക്രിസ്തു കടന്നു വന്ന് നമുക്ക് വേണ്ടി ന്യായപ്രമാണം നിവർത്തിച്ചതിനാൽ യേശു നമ്മെ നീതിമാന്മാരാക്കി. ആ ന്യായപ്രമാണം അനുസരിക്കുവാൻ
ദൈവം നമുക്ക് കൃപ തന്നു, നമ്മെ ശക്തരാക്കി. എന്താണ് അതിൻ്റെ അർത്ഥം? പഴയ നിയമത്തിലെ ന്യായപ്രമാണം അനുസരിച്ച് നമ്മൾ ജീവിക്കുവാൻ ന്യായപ്രമാണത്തിന് നമ്മൾ അതിന് അധീനരല്ല. ന്യായപ്രമാണത്തേക്കാൾ, പഴയ നിയമത്തേക്കാൾ വളരെ ഹാർഡായിട്ടുള്ളതാണ് പുതിയ നിയമം എന്ന് പറയുന്നത്. എന്താണ് ഞാനത് പറയുന്നതിൻ്റെ താല്പര്യം? ന്യൂ ടെസ്റ്റ്മെന്റ് സ്റ്റാൻഡേർഡ് മസ്റ്റ് ബി ഹയർ ദാൻ ദ ഓൾഡ് ടെസ്റ്റ്മെന്റ്. ഓൾഡ് ടെസ്റ്റ്മെന്റ് എംബസൈസിങ് റോങ് ആക്ഷൻസ്, ന്യൂ ടെസ്റ്റ്മെന്റ് എംബസൈസിങ് റോങ് ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ പഴയ നിയമം ഒരു പ്രവൃത്തി ചെയ്യുന്നതിനെ കുറിച്ചാണ് പറഞ്ഞേക്കുന്നത്. കുല ചെയ്യുന്നവൻ പാപം ചെയ്യുകയാണ്, വ്യഭിചാരം ചെയ്യുന്നവൻ പാപം ചെയ്യുകയാണ്. ഇങ്ങനെ ഓരോ ആക്ഷനുകളെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ പുതിയ നിയമത്തിൽ അതിൻ്റെ ആറ്റിറ്റ്യൂഡ്, ആക്ഷൻ മാത്രമല്ല, അതിൻ്റെ ആറ്റിറ്റ്യൂഡിനെ കൂടിയാണ് എംഫസൈസ് ചെയ്തിരിക്കുന്നത്. സോ under the law man struggled to keep God's commandment by his own or their own strength, but under grace God help us to keep his commandments. ദൈവത്തിൻ്റെ കൃപയാൽ ദൈവവചനമെല്ലാം അനുസരിക്കുവാൻ ദൈവം നമുക്ക് കൃപ നൽകുന്നു എന്നുള്ളതാണ് പുതിയ നിയമത്തിൻ്റെ പ്രത്യേകത. ഞാൻ പറഞ്ഞല്ലോ, പഴയ ഗിരിപ്രഭാഷണത്തിൽ 9 റൈറ്റ് ആറ്റിറ്റ്യൂഡ്സ് ഒരു ദൈവരാജ്യത്തിലെ ഒരു പൈതലിന് ഒരാൾക്കുണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ കാണാൻ പാടില്ലാത്ത 9 കാര്യങ്ങളാണ് അടുത്ത 2 ചാപ്റ്ററുകളിലായിട്ട് വിവരിച്ചിരിക്കുന്നത്. അതെന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായി പറഞ്ഞിരിക്കുന്നത് 21-ാം വാക്യമാണ്. കുല ചെയ്യരുതെന്ന് ആരെങ്കിലും കൊല ചെയ്യരുത് എന്നും ആരെങ്കിലും കൊല ചെയ്താൽ ന്യായവിധിക്ക് യോഗ്യനാകുമെന്നും പൂർവന്മാരോട് അരുളിച്ചെയ്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും. സഹോദരനോട് നിസാര എന്ന് പറഞ്ഞാലോ ന്യായാധിപ സഭയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും. മൂഢ എന്ന് പറഞ്ഞാലോ അഗ്നി നരകത്തിന് യോഗ്യനാകും. അപ്പോൾ പഴയ നിയമത്തിലെ ആക്ഷൻ മർഡർ ചെയ്യുന്നതായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ അത് ഈ മർഡറിലേക്കൊരു വ്യക്തിയെ പ്രേരിപ്പിക്കുന്നത് എന്താ? കോപമാണ്. കോപത്തിൻ്റെ ഫലമായിട്ടാണ് ആ കൊലപാതകത്തിലേക്ക് പ്രേരണ ശക്തി ഉണ്ടാകുന്നത്. ഉദാഹരണം, കയീനും ഹാബേലിൻ്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചു, കയീൻ്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചില്ല. കയീന് ഹാബേലിനോട് കോപമുണ്ടായി. ആ കോപം അവൻ ഹാൻഡിൽ ചെയ്യാതെ ആ കോപത്തിന് അവന് കീഴ്പ്പെട്ടതിനാൽ സഹോദരനെ കൊല്ലുന്ന ഒരു കൊലപാതകനായിട്ട് അവൻ മാറുവാനിടയായി എന്നാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ കോപം പഴയ നിയമത്തിലെ കൊലപാതകം പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, സീരിയസ് ആയിട്ടുള്ള വിഷയമാണ് കോപിക്കുക എന്ന് പറയുന്നത്. ഞാനതിൻ്റെ ലിസ്റ്റ് ഒന്ന് പറയാം. കോപം. വേറെ നമ്മൾ വായിക്കുന്നത് വ്യഭിചാരം ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. 27-ാം വാക്യം, വ്യഭിചാരം ചെയ്യരുതെന്ന് അരുളി ചെയ്തിട്ടുണ്ടല്ലോ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, സ്ത്രീയെ നോക്കേണ്ടതിന് അവളെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവനെല്ലാം ഹൃദയം കൊണ്ട് അവളോട് വ്യഭിചാരം ചെയ്തു പോയി. അപ്പോൾ സെക്സ്വൽ ലെസ്റ്റ് ഓർ ഡേർട്ടി തോട്ട്സ്, അശുദ്ധമായ ചിന്തകൾ വരെ പാപമായിട്ടാണ് പുതിയ നിയമത്തിൽ കണക്കാക്കുന്നത്. 33-ാം വാക്യത്തിൽ കള്ളസത്യം ചെയ്യരുതെന്നും കള്ളസത്യം ചെയ്യരുതെന്നും സത്യം ചെയ്ത് കർത്താവിനെ നിവർത്തിക്കണമെന്നും പൂർവന്മാരോട് അരുളി ചെയ്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്. അപ്പം അവിടെ പറഞ്ഞിരിക്കുന്നത് ലൈങ്, കള്ളം പറയരുത്, കള്ളസത്യം ചെയ്യരുത് എന്നുള്ളതാണ്. ലൈങ് സ്പിരിറ്റ്. വേറൊന്ന് 38-ാം വാക്യത്തിൽ വായിക്കുന്നത് സ്പിരിറ്റ് ഓഫ് വെഞ്ചിയൻസ്, കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, ദുഷ്ടനോട് എതിർക്കരുത്. അപ്പോൾ സ്പിരിറ്റ് ഓഫ് വെഞ്ചിയൻസ്, പ്രതികാരത്തിൻ്റെ ആത്മാവ്. വേറൊന്ന് സെലക്റ്റീവ് ലവ്. 43 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നു, കൂട്ടുകാരനെ സ്നേഹിക്കുകയെന്നും ശത്രുവിനെ പകയ്ക്കുകയെന്നും അരുളി ചെയ്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി
പ്രാർത്ഥിപ്പീൻ എന്നിവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുക, സ്നേഹിക്കാത്തവരെ സ്നേഹിക്കാതിരിക്കുക എന്നുള്ളത് സെലക്റ്റീവ് ലവ് ആണ്. ചിലരെ സ്നേഹിക്കുക, ചിലരെ സ്നേഹിക്കാതിരിക്കുക. അത് പാപമാണെന്നാണ് ഇവിടെ കർത്താവ് പറഞ്ഞിരിക്കുന്നത്. മറ്റൊന്ന് 6-ാം അധ്യായത്തിൻ്റെ 1 മുതൽ വായിക്കുമ്പോൾ, മനുഷ്യർ കാണേണ്ടതിന് നിങ്ങളുടെ നീതി അവരുടെ മുമ്പിൽ ചെയ്യാതിരിപ്പാൻ സൂക്ഷിപ്പീൻ എന്ന് പറഞ്ഞാൽ, സീക്കിംഗ് ഹോണർ ഓഫ് മെൻ, മനുഷ്യരുടെ ബഹുമാനം കിട്ടുവാനായിട്ട് പല കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ്. 6:19 മുതൽ നമ്മൾ വായിക്കുന്നത്, പുഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുറന്നു മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുറന്നു മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത് എന്ന് പറഞ്ഞാൽ ലവ് ഓഫ് മണി എന്നുള്ളതാണ് അടുത്തത്. വേറൊന്ന് ആങ്സൈറ്റി. 6:25 മുതൽ വായിക്കുമ്പോൾ, എന്തു തിന്നും എന്തു കുടിക്കും എന്ന് ജീവനായിക്കൊണ്ടും എന്തുടുക്കുമെന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത്. ആങ്സൈറ്റി. വേറെ അടുത്തത് നമ്മൾ 7-ാം അധ്യായത്തിൽ വായിക്കുന്നത്, നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് വിധിക്കരുത്. സ്പിരിറ്റ് ഓഫ് ജഡ്ജ്മെന്റ്. ഇതാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. അപ്പോൾ 9 റൈറ്റ് ആറ്റിറ്റ്യൂഡ്, 9 റൈറ്റ് ആറ്റിറ്റ്യൂഡ്സ്, നല്ല 9 സ്വഭാവം, മനോഭാവം ദൈവരാജ്യത്തിലുള്ളവർക്ക്. ദൈവരാജ്യത്തിലുള്ളവരിൽ കാണാൻ പാടില്ലാത്ത 9 തെറ്റായിട്ടുള്ള റോങ് ആറ്റിറ്റ്യൂഡ്സ്. അതാണ് നമ്മൾ ഇനിയും പഠിക്കുന്നത്. ആങ്കർ, ഡർട്ടി തോട്ട്സ് അല്ലെങ്കിൽ സെക്സ്വൽ ലസ്റ്റ്, ഡിവോഴ്സ്, ലൈയിങ് സ്പിരിറ്റ്, സ്പിരിറ്റ് ഓഫ് വെഞ്ചിയൻസ്, സെലക്റ്റീവ് ലവ്, സീക്കിംഗ് ദ ഹോണർ ഓഫ് മെൻ, ലവ് ഓഫ് മണി, ആങ്സൈറ്റി, ജഡ്ജിങ്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാമാണ് നാം ഈ 2 ചാപ്റ്ററുകളിലായിട്ട് ഇനിയും പഠിക്കാൻ പോകുന്നത്. ഇത് നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നാണ് നമ്മൾ സ്വയപരിശോധന ചെയ്യേണ്ടത്. ഒന്നാമത് നമ്മൾ കണ്ടത്, കൊല ചെയ്യരുതെന്നും ആരെങ്കിലും കൊല ചെയ്താൽ ന്യായവിധിക്ക് യോഗ്യനാകുമെന്നും പൂർവന്മാരോട് അരുളിച്ചെയ്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാൻ നിങ്ങളോട് പറയുന്നത്, സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും. കോപം എന്ന് പറയുന്നത്, ആങ്കർ എന്ന് പറയുന്നത് വലിയൊരു പാപമായിട്ടാണ് നാം ഇവിടെ കാണുന്നത്. വാസ്തവത്തിൽ കോപമെന്ന് പറയുന്നത് എല്ലാ കോപവും പാപമല്ല. കാര്യം നാം ദൈവവചനത്തിൽ വായിക്കുന്നു, ദൈവം ദിവസം പ്രതി കോപിക്കുന്നു. ദൈവം ദിവസം പ്രതി കോപിക്കുന്നു. ഇനിയും നമ്മുടെ കർത്താവ് കോപിച്ചിട്ടില്ലേ? കർത്താവ് ദേവാലയത്തിൽ ചെന്നപ്പോൾ അവിടെ വാങ്ങുന്നവരെയും വിൽക്കുന്നവരെയും പണം എക്സ്ചേഞ്ച് ചെയ്യുന്നവരെയൊക്കെ കണ്ടപ്പോൾ കർത്താവിന് കോപം വന്നില്ലേ? കർത്താവ് ചാട്ടവാർ എടുത്ത് അവരെല്ലാം ഓടിച്ചു കളയുവാനായി ശ്രമിച്ചതായി നമ്മൾ കാണുന്നില്ലേ? ചിലരുടെയൊക്കെ അവിശ്വാസം കണ്ടപ്പോൾ കൈവരണ്ട മനുഷ്യനെ സൗഖ്യമാക്കുന്നതായ ആ വിഷയത്തിൽ അവരുടെ അവിശ്വാസം കണ്ടിട്ട് കർത്താവ് കോപിച്ചതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. കർത്താവ് പലപ്പോഴും കോപിച്ചിട്ടുണ്ട്. എന്തിനാണ് കർത്താവ് കോപിച്ചത്? ഏത് നിലയിലുള്ള കോപമാണ് പാപമായി തീരുന്നത്? കർത്താവ് കോപിച്ചതൊന്നും കർത്താവിൻ്റെ കാര്യത്തിന് വേണ്ടിയല്ല. ഹി വാസ് ആംഗ്രി നോട്ട് ഫോർ ഹിസ് പേഴ്സണൽ തിങ്സ്. തൻ്റെ വ്യക്തിപരമായ കാര്യത്തിന് വേണ്ടിയല്ല യേശു കോപിച്ചത്. നോക്കുക, ദേവാലയത്തിൽ ചെന്ന് അവിടുത്തെ അശുദ്ധികളൊക്കെ കണ്ടപ്പോൾ യേശുവിന് കോപമായി. ജീസസ് വാസ് ആംഗ്രി വെൻ ഹി സോ ദ അൺക്ലീൻ തിങ്സ് ഇൻ ദ ചർച്ച്, ഇൻ ദ ടെമ്പിൾ. ബട്ട് ലുക്ക്, ജീസസ് വാസ് ബിഫോർ ദ പെർസിക്യൂട്ടർ. യേശുവിനെ വിസ്തരിക്കുന്ന ആ ന്യായാധിപന്റെ മുൻപിൽ യേശു നിൽക്കുകയാണ്. യേശു അവരോട് എന്തെങ്കിലും കോപിച്ചു പറഞ്ഞോ? എന്തെല്ലാം ചോദിച്ചു? യേശു ഒന്നും പറഞ്ഞില്ലല്ലോ. അതിൻ്റെ കാരണം എന്താണ്? യേശു കോപിച്ചു വിശുദ്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി. ആ ദേവാലയത്തിലെ അശുദ്ധിക്കെതിരായിട്ട്, ദൈവവചനത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ കണ്ടപ്പോൾ യേശു കോപിച്ചു. എന്നാൽ തൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളുടെ മുമ്പിൽ യേശു കോപിച്ചതായി നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. ജീസസ് ആങ്കർ വാസ് concerning purity of God's house. That's what I said about Jesus at the temple. But Jesus was against satanic force. When satanic forces hindering kingdom of God,
Jesus got angry. But anger concerning personal thing is സെൽഫിഷ് ആൻഡ് റോങ് എന്നാണ് ഞാൻ ഓർപ്പിച്ചത്. വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വേണ്ടി കോപിക്കുന്നതാണ് പാപം. ജീസസ് വാസ് സൈലന്റ് ബിഫോർ ദ പെർസിക്യൂട്ടേഴ്സ്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, എന്തുകൊണ്ടാണ് മനുഷ്യർ കോപിക്കുന്നത്? പലപ്പോഴും നമ്മൾ കോപിക്കുന്നത് നമ്മൾ ഭയത്തിൽ നിന്നാണ് കോപം വരുന്നത്. ഞാൻ പരാജയപ്പെട്ടു പോകുമോ, ആളുകൾ എന്നെ തെറ്റിദ്ധരിക്കുമോ, ഇങ്ങനെയൊക്കെ ഉള്ളതായ ആ ഭയമാണ് നമ്മെ കോപാകുലരാക്കുന്നത്. അങ്ങനെ നമ്മൾ കോപിക്കുമ്പോൾ നമുക്കൊരു തെറ്റായിട്ടുള്ളൊരു ചിന്തയുണ്ട്, മിസ്കൺസെപ്ഷൻ ഓഫ് ആങ്കർ. ഒരു തെറ്റായ ധാരണ എന്താണെന്നറിയാമോ? ഞാൻ കോപിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർ ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം ചെയ്യും, അല്ലെങ്കിൽ എനിക്കെതിരായി പറയുന്നത് സ്റ്റോപ്പ് ചെയ്യും. ഞാൻ കോപിച്ചാൽ എൻ്റെ ടെൻഷൻ, ഐ ക്യാൻ റിലീസ് മൈ ടെൻഷൻ ത്രൂ മൈ ആങ്കർ. നോ, ദാറ്റ്സ് നോട്ട് റൈറ്റ്. അത് ശരിയായ കാര്യമല്ല. നാം ദൈവത്തിൽ വായിക്കുന്നു, ഈ കോപം എന്ന് പറയുന്നത് അത് മറ്റുള്ളവരെ അത് ഹർട്ട് ചെയ്യുന്നതാണ്. ആങ്കർ ഹർട്ട് അതേഴ്സ്. I already told you, the root of murder is anger. കൊലപാതകത്തിൻ്റെ അതിൻ്റെ റൂട്ട്, അതിൻ്റെ ആരംഭം കോപമാണ്. അതുകൊണ്ടാണ് കോപിച്ച കയീൻ സഹോദരനായ ഹാബേലിനെ കൊന്നത് എന്ന് ഞാൻ ഓർപ്പിച്ചല്ലോ. ആങ്കർ ലീഡ് ടു സിൻ. കയീൻ കിൽഡ് ഹിസ് ബ്രദർ ബിക്കോസ് ഓഫ് ആങ്കർ. ഓൾ ആങ്കർ ഈസ് റൂട്ടഡ് ഇൻ ഫിയർ. When we are afraid, that turn to anger. നമ്മൾ മറ്റുള്ള കാര്യങ്ങളെ ഭയപ്പെടുമ്പോൾ ഒടുവിൽ അത് കോപമായി മാറുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ കോപം എന്ന് പറയുന്നത് ഭയങ്കരമായി നഷ്ടം വരുത്തുന്ന കാര്യമാണ്. തിങ്ക് അബൌട്ട് ഇറ്റ്. മോശ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. മോശ എത്ര ശ്രേഷ്ഠനായൊരു ലീഡറായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് അക്ഷരീയമായ കനാൻ ദേശം നഷ്ടമായി പോയി. അദ്ദേഹം ദൈവത്തോട് അപേക്ഷിച്ചു. He lost the privilege to enter the promised land. Why? He got angry. അവൻ കോപിച്ചു. കോപിച്ചതിൻ്റെ ഫലമായിട്ട് ദൈവം പറയാത്ത കാര്യം കൂടെ അങ്ങ് ചെയ്തു. അത് അവൻ്റെ ജീവിതത്തിൽ കുറ്റമായി മാറുവാനിടയായി എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. അത് അപ്പോൾ നമുക്ക് കോപം ഭയങ്കര നഷ്ടം വരുത്തുന്നതാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പം നമ്മൾ ഈ കോപത്തെ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നില്ല എങ്കിൽ പലയിടങ്ങളിലും നമുക്ക് പരാജയമുണ്ടാകും. പല ഭവനങ്ങളിലും പ്രശ്നത്തിൻ്റെ കാരണം ഈ കോപമാണ്. പല ജോലി സ്ഥലങ്ങളിലും നമ്മുടെ നന്മകൾ മുടങ്ങിപ്പോകുന്നത് നമ്മുടെ കോപ സ്വഭാവം കൊണ്ടാണ്. നമുക്കെങ്ങനെ നമ്മുടെ കോപത്തെ നമുക്ക് മാനേജ് ചെയ്യുവാൻ പറ്റും? വി വാണ്ട് ടു മാനേജ് ആങ്കർ കറക്റ്റ്ലി. നമ്മുടെ എല്ലാ കാര്യങ്ങളും ആളുകൾ നമുക്കെതിരായി സംസാരിക്കുമ്പോൾ നാം ഒരു കാര്യം മനസ്സിലാക്കണം, എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നു. ദൈവം അറിയാതെ ഒരു കാര്യവും എൻ്റെ ജീവിതത്തിലില്ല. ഗോഡ്സ് ലവ്സ് മീ. എവറിഥിങ് കമ്മിങ്സ് ഇൻ മൈ ലൈഫ്, ദാറ്റ്സ് God knows everything. എല്ലാം ദൈവം അറിയുന്നുണ്ട്. ആ ദൈവത്തോട് ദൈവകരങ്ങളിൽ നമ്മൾ വിഷയങ്ങളൊക്കെ ഏൽപ്പിക്കുകയാണെങ്കിൽ, if we honestly share our heart to God, we can handle our anger. നമുക്ക് നമ്മുടെ കോപത്തെ നമുക്ക് കൺട്രോൾ ചെയ്യുവാനായിട്ട് സാധിക്കും. മാത്രമല്ല, truly forgive all those who wrong to us. നമ്മളോട് തെറ്റ് ചെയ്തിട്ടുള്ളവരോടെല്ലാം ആത്മാർത്ഥമായി ക്ഷമിക്കുവാൻ നമ്മൾ മനസ്സുള്ളവരാകണം. അതുകൊണ്ടല്ലേ കർത്താവ് പറഞ്ഞത്, ആ മത്തായി 6:15 തന്നെ നമ്മൾ വായിക്കുന്ന ഒരു ഭാഗമുണ്ടല്ലോ, ഞങ്ങൾ മറ്റുള്ളവരോട് ക്ഷമിച്ചതുപോലെ ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങൾ മനുഷ്യരോട് പിഴകളെ ക്ഷമിക്കാൻ പിതാവ് 14 വാക്യത്തിൽ, നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിച്ചാൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും. നിങ്ങൾ മനുഷ്യരോട് പിഴകളെ ക്ഷമിക്കാഞ്ഞാലോ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കുകയില്ല. ദൈവമക്കളെ, നമ്മളോട് തെറ്റ് ചെയ്തവരെ കുറിച്ച് നമ്മൾ കോപിക്കാറുണ്ട്. എന്നാൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, അതിനേക്കാൾ വലിയ തെറ്റാണ് നമ്മൾ ദൈവത്തോട് ചെയ്തിരുന്നത്. എന്നാൽ ദൈവം നമ്മളോട് ക്ഷമിച്ചു തന്നു.
ദൈവം നമ്മളോട് ക്ഷമിച്ചതുപോലെ നാം മറ്റുള്ളവരോട് ക്ഷമിക്കുകയാണെങ്കിൽ, ക്ഷമിക്കുവാൻ തയ്യാറായാൽ നമുക്ക് നമ്മുടെ കോപത്തെ നമുക്ക് കൺട്രോൾ ചെയ്യുവാനായിട്ട് കഴിയും. അത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ അനുഗ്രഹങ്ങൾ തടയുവാൻ നമുക്കെതിരെ പറഞ്ഞവർ ദൈവത്തിൻ്റെ സ്ഥാനത്തില്ല. നമ്മൾ വിചാരിക്കരുത് നമ്മുടെ അനുഗ്രഹങ്ങൾക്കെതിരായിട്ട് ഒരാൾ പറഞ്ഞു അവർ നമ്മുടെ അനുഗ്രഹം തടഞ്ഞു കളയും. ഇല്ല, അവർ ദൈവത്തിൻ്റെ സ്ഥാനത്തൊന്നുമല്ല. ജോസഫിൻ്റെ സഹോദരന്മാർ ജോസഫിനെതിരായിട്ട് ഭയങ്കര ദ്രോഹം ചെയ്തവരാണ്. അത് നമ്മൾ വായിക്കുന്നുണ്ട്. ഉൽപ്പത്തി 50:19-20, ജെനിസിസ് ചാപ്റ്റർ 50 വേഴ്സ് 19 and 20. സഹോദരന്മാർ പേടിച്ചു. ജോസഫ് ഞങ്ങളോട് അതെല്ലാം ഓർത്ത് പ്രതികാരം ചെയ്യുമായിരിക്കും. അപ്പം ജോസഫ് പറയുക, ഭയപ്പെടണ്ട, ഞാനെന്താ ദൈവത്തിൻ്റെ സ്ഥാനത്താണോ? ഫിയർ നോട്ട്, ആം ഐ ഇൻ ദ പ്ലേസ് ഓഫ് ഗോഡ്. ഞാൻ ദൈവത്തിൻ്റെ സ്ഥാനത്താണോ? ദൈവമക്കളെ, നമ്മളാരും ദൈവത്തിൻ്റെ സ്ഥാനത്തല്ല. ആർക്കും നമ്മുടെ അനുഗ്രഹങ്ങളെ തടയുവാൻ ആർക്കും സാധ്യമല്ല. ആരെല്ലാം പറഞ്ഞാലും ഞാൻ നിന്റെ പ്രോസ്പെരിറ്റിയെ ക്യാൻസൽ ചെയ്യുന്നു, സ്റ്റോപ്പ് ചെയ്യുന്നു എന്തൊക്കെ ആരൊക്കെ പറഞ്ഞാലും അതെല്ലാം അവരുടെ അറിവില്ലായ്മ കൊണ്ട് പറയുന്നതാണ്. നമ്മൾ അവരോട് ക്ഷമിക്കണം. അവരാരൊക്കെ പറഞ്ഞാലും ദൈവം നമ്മെ അനുഗ്രഹിക്കുവാൻ വന്നാൽ അത് സ്റ്റോപ്പ് ചെയ്യുവാൻ ആർക്കും കഴിയത്തില്ല. അതുകൊണ്ടാണ് യെശയ്യാ പ്രവചനം വായിക്കുന്നത്, ഞാൻ സകല ജഡത്തിൻ്റെയും യഹോവയാണ്, ഞാൻ പ്രവർത്തിക്കും, ആര് തടയും? ദൈവം നമ്മളെ അനുഗ്രഹിക്കുവാൻ വന്നാൽ ആരുടെയും പെർമിഷൻ ദൈവത്തിന് ആവശ്യമില്ല. ആരും അത് തടയുവാൻ കഴിയില്ല. നമുക്ക് മാത്രമേ നമ്മുടെ അനുഗ്രഹങ്ങൾ തടയുവാൻ കഴിയത്തുള്ളൂ. നമ്മുടെ അവിശ്വാസങ്ങൾ കൊണ്ട്, നമ്മുടെ പിറുപിറുപ്പുകൾ കൊണ്ട് ചിലപ്പോൾ അനുഗ്രഹങ്ങൾ തടയുമായിരിക്കും. എന്നാൽ മനുഷ്യർക്കാർക്കും പിശാചിനും നമ്മുടെ അനുഗ്രഹങ്ങളെ തടയുവാൻ കഴിയത്തില്ല ദൈവമക്കളെ. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഭയപ്പെട്ട് ആരോടും കോപിക്കേണ്ട ആവശ്യമില്ല. നമ്മെ സ്നേഹിക്കുന്ന ഒരു കർത്താവുണ്ട്. അവനറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും വരത്തില്ല. നമ്മുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് അവനോടങ്ങ് തുറന്നു പറയാം. നമ്മുടെ വേദനകൾ, നമ്മുടെ മുറിവുകൾ എല്ലാം നാം അവനോട് തുറന്നു പറയുന്നുവെങ്കിൽ നിശ്ചയമായും നമുക്ക് ആശ്വാസം ലഭിക്കും. നമ്മുടെ ആങ്കർ എല്ലാം പോയിട്ട്, നമ്മുടെ കോപമെല്ലാം പോയിട്ട് നമ്മൾ സ്വസ്ഥരാകും. നമുക്കൊരു സ്ട്രെസ് ഉണ്ടാകത്തില്ല. കോപത്തിൻ്റെ ഫലമായി സ്ട്രെസ് ഉണ്ടാകുകയും പല രോഗങ്ങളും അതുമൂലം ഉണ്ടാകുവാനിടയാകും. അതിനൊന്നും നാം വഴിപ്പെടാതെ നാം ദൈവ സ്വഭാവമുള്ളവരായിരിക്കാം. നമ്മുടെ ജീവിതത്തിൽ കോപം ഉണ്ടാകുവാൻ ഇടയാകാതെ നമുക്കതിനെ കൺട്രോൾ ചെയ്യാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അടുത്ത ആഴ്ചയിൽ നമ്മുടെ ക്ലാസ്സിൽ ദൈവം അനുവദിച്ചാൽ നമുക്ക് റോങ് ആറ്റിറ്റ്യൂഡ്സിനെ കുറിച്ച് അല്പം കൂടെ വിശദമായി മറ്റുള്ളതും കൂടെ പഠിച്ചിട്ട് നമുക്ക് മുൻപോട്ട് പോകാം. ഇന്ന് രാത്രിയിൽ ഈ വചനത്തിന് മുമ്പിൽ നമ്മെ തന്നെ കാണുവാനും ക്രമീകരണം വരുത്തേണ്ട വിഷയങ്ങൾക്ക് ക്രമീകരണം വരുത്തുവാനും ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഈ രാത്രിയിലും ഞങ്ങൾക്ക് നൽകിയ അവസരത്തിനായി സ്തോത്രം. ഈ വചനം ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നവരെയും ഇനിയും കേൾക്കുന്നവരെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം. ഇത് ഞങ്ങളുടെ ജീവിതത്തെ ഒന്ന് കാണുവാനും ദൈവരാജ്യത്തിൽ കാണേണ്ടതായ യേശുവിൻ്റെ എല്ലാ നല്ല സ്വഭാവങ്ങളും ഞങ്ങൾ ഉണ്ടാകുവാൻ ഇടയാക്കണമേ. ദൈവരാജ്യത്തിലുള്ളവരിൽ കാണാൻ പാടില്ലാത്തതായ എന്തെങ്കിലും സ്വഭാവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അതെല്ലാം മാറ്റിക്കളയുവാൻ ഈ തിരുവചന ധ്യാനം സഹായിക്കണം. മഹത്വമെല്ലാം കർത്താവിന് നൽകുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.